അമേരിക്കയുടെ ഭീകര കൊട്ടാരം തകർത്തെറിഞ്ഞ് ഇന്ത്യൻ സേന. ഏതാനും ദിവസങ്ങളായി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരാക്രമണം നടത്തിയവരുടെ ഇരിപ്പിടം പോലും തകർക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൂട്ടുകയായിരുന്നു ഇന്ത്യൻ ആർമി ചെയ്തത്. അതോടുകൂടി മസൂദ് അസറിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിൽ അവിടെ 10ഓളം ആളുകൾ കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. ഈ ഭീകരവാദി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ലഷ്കർ എ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുള്ള മുജാഹിദീൻ ഗ്രൂപ്പിൻ്റെ എല്ലാം അടിത്തറ ഇളക്കുന്ന രീതിയിലുള്ള ആക്രമണമായിരുന്നു. 1974 ശേഷം ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. 1:05 മുതൽ 1:30 വരെ 25 മിനിറ്റ് നിലനിൽക്കാത്ത രീതിയിൽ റഫാർ യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാന്റെ ഭീകര സംഘത്തിന് നേരെ ആക്രമണം നടത്തുകയും ഇന്ത്യൻ സൈന്യം വിജയിക്കുകയും ചെയ്തു. നാവിക വ്യോമ കരസേനയുടെ ഏകോപനത്തോടു കൂടി ഈ ഭീകര ആക്രമ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയിരിക്കുന്ന ശ്രമം യഥാർത്ഥത്തിൽ ചൈനക്ക് പോലും തിരിച്ചടി, അവർ പോലും ഭയപ്പെടുന്ന രീതിയിലാണ്. 22ഓളം പ്രത്യേകമായിരിക്കുന്ന കേന്ദ്രങ്ങൾ തെരഞ്ഞു വിളിച്ചുകൊണ്ട് 9 മേഖലയിലാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത്. മുസാറാബാദ്, കെഡ്ലി, ഗുൽപൂർ, ബിംബർ, സാൻകോട്ട്, മുരുക്കെ, ചാസംബ്രു എന്ന് തുടങ്ങിയിരിക്കുന്ന മേഖലയെല്ലാം തരിപ്പണമാക്കാൻ വേണ്ടി ഇന്ത്യൻ സേനക്ക് സാധിച്ചു.